തിരുവനന്തപുരം കോർപ്പറേഷൻ വികസന രേഖയുടെ കരട് പ്രകാശനം ചെയ്തു. നഗരത്തിന്റെ സമഗ്രമായ മാറ്റവും ജനക്ഷേമവും ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നതെന്നാണ് BJPയുടെ അവകാശവാദം. വാർഡുകളിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങളിൽ നിന്ന് മേയർ VV രാജേഷ് നേതൃത്വത്തിലാണ് പട്ടിക തയ്യാറാക്കിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തലസ്ഥാനത്തെത്തിച്ച് കോർപ്പറേഷൻ വികസന രേഖ അവതരിപ്പിക്കുമെന്നായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. കേരളത്തിലെ BJPയുടെ ആദ്യ മേയർ സത്യപ്രതിജ്ഞ ചെയ്ത 27-ാം ദിവസം തലസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി പക്ഷേ വികസന രേഖ അവതരിപ്പിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് വികസന രേഖയുടെ കരട് BJP പുറത്തിറക്കുന്നത്. മാറാത്തത് മാറും എന്ന തലവാചകത്തിൽ അവതരിപ്പിച്ച കരട് രേഖയിൽ 2030ഓടെ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിലൊന്നാക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്നു. PM വരുന്നതിൻ്റെ അന്ന് വരെ ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ടുള്ള ഒരു കരട് റിപ്പോർട്ടാണ് ഞങ്ങൾ കൊടുത്തത്. ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് കോർപ്പറേഷൻ്റെ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം ചേർന്നിരുന്നു. ഫെബ്രുവരി മാസത്തിൽ വിശദമായ കോൺക്ലേവ് നടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴാണ് 5 വർഷത്തെ ഒരു പൂർണ്ണമായ ഒരു പ്ലാൻ ഉണ്ടാകുന്നത്. പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും പുറത്തിറക്കും. അഴിമതി രഹിത ഭരണം, AI ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ ഉറപ്പാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും കരട് വികസന രേഖയിലുണ്ട്. നേരത്തെ വികസന ബ്ലൂ പ്രിന്റ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ വഴി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.